വരികയാണ്. അന്നൊരു വാർത്താക്കുറിപ്പ് ഇല്ലായിരുന്നു. പ്രമോദിനെ പുറത്താക്കിയപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് ഒരു ചെറിയ വിശദീകരണം നൽകി. പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുകയും പാർട്ടി ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തതിനാണ് ഇയാളെ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. അന്നുമില്ലായിരുന്നു എന്താണ് പുറത്താക്കലിന് കാരണം. ഇന്ന് ഈ വാർത്താക്കുറിപ്പ് വലുതായിട്ട് എഴുതിയപ്പോൾ അത് വായിച്ചു നോക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ അതിൽ മുഴുവൻ കുറ്റപ്പെടുത്തലുകളാണ്. ഈ പുറത്താക്കിയ ആളെ വീരപരിവേഷം നൽകുകയാണ്. അത് മാധ്യമങ്ങളുമുണ്ട്, പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിൽ കോൺഗ്രസും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേരെ ചാരാൻ വരണ്ട എന്ന് നിജേഷ് പറയുന്നത്. അതല്ലാതെ ഇയാളെ പുറത്താക്കിയതിനൊരു വ്യക്തമായ കാരണം ഇപ്പോഴും പറയുന്നില്ല. PSC കോഴ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇക്കാര്യം പറയുന്നില്ല. അതുപോലെ തന്നെ ഭൂമി ഇടപാടാണോ അതും പറയുന്നില്ല. അപ്പോൾ എന്തിനാണ് പുറത്താക്കിയത്? എന്തായാലും അവിടെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അത് പാർട്ടി അംഗീകരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് തുറന്നു പറയാൻ എന്താണ് ഇപ്പോഴും മടി? മഞ്ജുഷന്റെ ഈ ചോദ്യത്തിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരാം. അതിനു മുമ്പ് നിജേഷ് പറഞ്ഞ ഒരു കാര്യത്തിന് എൻ്റെ ഒരു പ്രതികരണം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. നിജേഷ് ഇപ്പോൾ ഒരുപാട് അഴിമതികൾ ഇതെല്ലാം CPIMന്റെ തലയിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വസ്തുതയാണെങ്കിൽ വാസ്തവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ മഞ്ജുഷ്? പിന്നെ അങ്ങനെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നു എന്ന് പിന്നെ വെറുതെ ആരോപിക്കുകയല്ല, അതിന് ആധാരമായിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ പിന്നെ നിജേഷ് അരവിന്ദ് എന്ന കോൺഗ്രസ് നേതാവ് ഒരു കാര്യം ചെയ്യണം എന്നൊരു സജഷൻ കൂടി ഇവിടെ പറയുകയാണ് ഞാൻ. അതായത് നിങ്ങളുടെ സർക്കാർ രണ്ടാം UPAയുടെ കാലത്ത് 2011 ഡിസംബർ 27 പാർലമെന്റിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന വിസിൽ ബ്ലോവേഴ്സ് ആക്ട് പാസ്സാക്കുന്നത് കേട്ടോ. 2011 ഡിസംബർ 27. അത് കഴിഞ്ഞ് പിന്നെ അത് രാജ്യസഭയിലേക്ക് എത്തുന്നത് പിന്നീടും വർഷങ്ങൾ താമസിച്ചാണ്. അത് രാജ്യസഭയിൽ എത്തുമ്പോഴേക്ക് 2014 ഫെബ്രുവരി 21. 2014 ഫെബ്രുവരി 21. അത് പിന്നെ രാഷ്ട്രപതി ഒപ്പിടുന്നത് അതേ വർഷം തന്നെ മെയ് 9. അപ്പൊ ആ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ആ നിയമം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് പിന്നെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്, കേരളത്തിൽ പ്രതിപക്ഷമാണല്ലോ കോൺഗ്രസ്, ദേശീയ തലത്തിലെ കാര്യം ഞാൻ പറയുന്നില്ല, അത് നിങ്ങളെ പോലുള്ള പിന്നെ യങ് തർക്സ്, പണ്ട് ചന്ദ്രശേഖരനെ വിളിച്ച പേരാണല്ലോ യുവ തുർക്കികൾ, നിങ്ങളെ പോലുള്ള യുവ തുർക്കികൾ ഈ നിയമം ഫലപ്രദമായി ഉപയോഗിച്ച് അതിന് നിയമസാധുതയുള്ളതാണ് നിജേഷ്. അത് സ്വാഭാവികമായും നിങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ അത് സമുജ്വലമായി ഉപയോഗിക്കണം. കേരളീയ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ ഉണ്ട് എന്ന് നിങ്ങൾ വെറുതെ വിളിച്ചു പറയുക മാത്രമല്ല, നിങ്ങളുടെ അതിനാവശ്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളുമായി വിസിൽ ബ്ലോവറായിട്ട് കോൺഗ്രസിലെ മറ്റാരെങ്കിലും വന്നില്ലെങ്കിലും ഈ ചർച്ചയിൽ ഇത് പറഞ്ഞ നിജേഷ് അരവിന്ദ് എന്ന യുവ നേതാവെങ്കിലും വരണം എന്നൊരു സജഷൻ ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇനി പിന്നെ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഇത് പിന്നെ ഞാൻ നേരത്തെ തന്നെ പല ചാനലുകളിലും മഞ്ജുഷ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പിന്നെ PSC കോഴയുമായി ബന്ധപ്പെട്ടതല്ല വിവാദം. കാരണം PSC കോഴയിൽ CPMന് അവസാനം ഒരു കോട്ട കിട്ടുന്നത് കഴിഞ്ഞ വർഷമാണ്. 2 പേരുടെ കോട്ട കിട്ടിയത്. അത് തിരുവനന്തപുരത്ത് 2 പേര്, ഒന്ന് അഡ്വക്കേറ്റ് ജോസ് ഡിക്രൂസും മറ്റൊന്ന് ഡോക്ടർ ജോസും. അങ്ങനെ 2 പേരാണ് നിയമിക്കപ്പെട്ടത്. പിന്നെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ആണ് ഏറ്റവും ഒടുവിലത്തെ PSC അംഗത്വം ലഭിച്ചത്. അത് പിന്നെ കടുത്തുരുത്തിയിലുള്ള അഡ്വക്കേറ്റ് ബോസ് അഗസ്റ്റിൻ എന്ന പിന്നെ വക്കീലിനാണ് ആ നിയമനം കൊടുത്തിട്ടുള്ളത്. CPMന്റെ കസ്റ്റഡിയിൽ അടുത്ത കാലത്ത് തന്നെ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മറ്റു നിയമനങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പ്രശ്നം അതുമല്ല, PSC കോഴ എന്നുള്ളതല്ല, അവിടെ ഒരു കോഴയുടെ ഇടപാടുണ്ടായിരുന്നു, അത് വസ്തുതയുമാണ് കേട്ടോ. ഞാൻ അതാണ് പറയുന്നത്. അത് പിന്നെ ഈ ശ്രീജിത്തിന്റെ ഭാര്യ ആയിട്ടുള്ള ഹോമിയോ ഡോക്ടർ, അവർക്ക് പിന്നെ ഈ ആയുഷ് വകുപ്പിൽ ജില്ലാ കോർഡിനേറ്ററായിട്ട് നിയമനം കിട്ടണം എന്നുള്ളതായിരുന്നു താല്പര്യം. അതിനാണ് ശ്രീജിത്തിന്റെ ഭാര്യയായുള്ള ഹോമിയോ ഡോക്ടർക്ക് വേണ്ടി ശ്രീജിത്ത് പിന്നെ ഈ പറയുന്ന പ്രമോദ് കോട്ടൂളിയുമായി പരിചയക്കാരനാണ് അദ്ദേഹം. പ്രമോദ് തന്നെ പറയുന്നുണ്ട്, പ്രമോദിന്റെ സുഹൃത്ത് വഴിയാണ് ഇദ്ദേഹത്തെ പിന്നെ പരിചയപ്പെട്ടെന്നൊക്കെ വേറൊരു ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷെ പ്രമോദ് അല്ല പൈസ വാങ്ങിയത്. 60 ലക്ഷം രൂപ കരാർ ഉറപ്പിച്ചിട്ട് 20 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ടും 2 ലക്ഷം രൂപ പ്രമോദിനും
പിന്നെ സുഹൃത്തിനും ഈ യാത്രാ സൗകര്യങ്ങൾക്കുള്ള ടി എ ആയിട്ടും അങ്ങനെയാണ് 22 കൈപ്പറ്റുന്നത്. ഇത് കൈപ്പറ്റുന്നത് അജയൻ എന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള അജയനല്ല സജീവൻ എന്ന പേരുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്ന BJP കാരനായ ഒരാളാണ്. ഈ വ്യക്തി ഈ സജീവൻ തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് എന്ന് പറഞ്ഞ് ശ്രീജിത്തിനോടും ഭാര്യയോടും സംസാരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പണം സജീവനിലേക്ക് കൈമാറുന്നത്. ആ പണമാണ് പ്രമോദിന് സജീവൻ വഴി കിട്ടിയിട്ടുള്ളത്. പ്രമോദ് നേരിട്ട് ഒരു പൈസയും വാങ്ങിയിട്ടില്ല, ഞാൻ പ്രമോദിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് ശ്രീജിത്ത് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ശ്രീജിത്തിന് പൈസ കൊടുത്തിട്ടില്ല എന്നേ താൻ പ്രമോദിന് പൈസ കൊടുത്തിട്ടില്ല എന്നേ ശ്രീജിത്ത് പറഞ്ഞിട്ടുള്ളൂ. താൻ ഭാര്യയുടെ ജോലി ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല എന്നോ അതിനുവേണ്ടി 1 രൂപ പോലും കോഴയായി നൽകിയിട്ടില്ല എന്നോ ശ്രീജിത്ത് ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞിട്ടുള്ള ഇതാണ്, ഞാൻ പ്രമോദിന് ഒരു പൈസയും കൊടുത്തിട്ടില്ല, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇതാണ് ശ്രീജിത്ത് പറഞ്ഞത്. ഈ CPM-ന്റെ മുമ്പിൽ ഉണ്ടായിരുന്നതും അതാണ്. അങ്ങനെയാണ് 13-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച CPM ഈ പ്രമോദ് എന്ന് പറഞ്ഞ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ നടപടിയെടുത്ത് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അതാണ് കാരണം. അത് പാർട്ടി ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കണം എന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരു പാർട്ടിയും ഇപ്പൊ പറഞ്ഞ ചാത്തുണ്ണിമാസയുടെ കാര്യത്തിലടക്കം പിന്നെ എന്തായിരുന്നു അന്നത്തെ നടപടി എന്നുള്ളത് ഇപ്പോഴും ലിജേഷ് എന്ന് പറയാമെങ്കിൽ പറയും. അതാണ് ഈ PSC കോഴ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ താങ്കൾ പറഞ്ഞു PSC നിയമനത്തിനല്ല, PSC വേറെ ജോലിക്കുള്ളതാണ്, ആയുഷ് വിഭാഗത്തിൽ ജോലിക്ക് വേണ്ടിയുള്ളതാണെന്ന്. പാർട്ടിക്ക് ഇതുപോലും പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പൊതുസമൂഹം ചിന്തിക്കുമ്പോൾ പൊതുസമൂഹത്തെ കുറ്റപ്പെടുത്തരുത്. ഈ പാർട്ടി ഇങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും എന്തിനാണ് വിളിച്ചു പറയുന്നത്? എന്തുകൊണ്ടാണ് നടപടി ഇന്നതാണ്, ഇന്ന കാരണമാണ് വന്നത്? ഇപ്പോൾ വീണ്ടും സംശയിക്കുകയാണല്ലോ ഇതിൽ ഭൂമി ഇടപാടിന്റെ എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ സംശയ മുനയിൽ പാർട്ടിയെ നിർത്തുന്നത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് പിന്നെ പറയുകയാണ് അത് മാധ്യമങ്ങളും മറ്റു പാർട്ടിക്കാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വാർത്താക്കുറിപ്പ് അങ്ങനെ പറയുമ്പോൾ തിരിച്ചു ചോദിക്കുവാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്. എന്നാൽ പറയൂ, എന്താണ് സംഭവിച്ചതെന്ന്. അതിട്ട് പറയുന്നുമില്ല. അല്ല, നിങ്ങൾ ചോദിക്കരുത് എന്നാലും പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതായി നൽകിയ പിന്നെ സ്റ്റേറ്റ്മെന്റില് അവസാനത്തെ ലൈൻ ഒന്ന് നോക്കണം. പിന്നെ അവസാനത്തെ വാചകം ഒന്ന് നോക്കണം മഞ്ജുഷ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സഹകർക്കെതിരെ സ്വീകരിക്കേണ്ടി വരുന്ന അച്ചടക്ക നടപടികൾ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്. അതാണ് പാർട്ടിയെ സംബന്ധിച്ച് പറയാവുന്നതിന്റെ പരമാവധി പരിധി. പാർട്ടിയുടെ തിരുത്തലാണോ അതോ ഈ പാർട്ടി നേതാവിനെ തിരുത്തിയതാണോ പാർട്ടി? അതും മനസ്സിലായില്ല. അല്ല, ജില്ലാ സെക്രട്ടറിയുടെ അല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് മഞ്ജുഷ്? അതെ, അദ്ദേഹമാണല്ലോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പാർട്ടി അതായത് ഇതുവരെ പാർട്ടിക്കുണ്ടായ തെറ്റുകൾ അത് തിരുത്തിയെന്നാണോ, ഈ പാർട്ടി നേതാവിനെ തിരുത്തിയതാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് കേട്ടോ. ഈ പാർട്ടിയുടെ ഈ ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അല്ല, ഇത് ലളിതമല്ലേ? അതിൻ്റെ അകത്ത് ഗഹനമായ കാര്യങ്ങളൊന്നുമില്ലല്ലോ, ക്ലിഷ്ടതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത് തിരുത്തൽ പ്രക്രിയയുടെ കൂടി ഭാഗമാണ് എന്നാണ് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരും ഒപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അത്. അപ്പൊ അത് ആ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർക്ക് പറയാൻ കഴിയുന്ന മാക്സിമം ഇതാണ് എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനുശേഷം പ്രമോദ് കോട്ടൂളി എന്ന പാർട്ടി നേതാവ് പറയുന്നത് പാർട്ടി എന്നോട് ഇതുവരെ കാരണമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ പാർട്ടിയെ വെല്ലുവിളിച്ച് ഇങ്ങനെ ആ വഴി ഈ വഴി നടക്കുകയാണ് പ്രമോദ് കോട്ടൂളി. ഞാൻ താങ്കളിലേക്ക് വരും.